കൂട്ടുകാർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ അടുക്കളയിൽ നിന്നാണ് തുടങ്ങാറ്. ഇന്ന് നമ്മൾ നമ്മുടെ മുറ്റത്തേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. അപ്പോൾ കുറച്ച് പൂച്ചെടികളൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. അതിനൊക്കെ കുറച്ച് വെള്ളം നൽകിയിട്ട് വേണം ബാക്കി അടുക്കള കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട്. രാവിലെ വൈകിട്ട് ഞാൻ നനയ്ക്കാറുണ്ട്. പക്ഷേ എത്ര വെള്ളം കൊടുത്താലും ഉച്ചയാകുമ്പോഴൊക്കെ വാടി നിൽക്കുന്ന കുറച്ച് ചെടികളുണ്ട് കേട്ടോ എനിക്ക്. അപ്പോൾ എൻ്റെ ഈ ചൈനീസ് ബോൾസൺ ചെടിയൊക്കെ ഉച്ചയാകുമ്പോഴത്തേക്കും വാടി നിൽക്കുന്നതാണ്. ഇപ്പോൾ എത്ര വെള്ളം ഒഴിച്ചിട്ട് പോയാലും അതങ്ങ് വാടിപ്പോവും. ഇതിപ്പോൾ ഒന്ന് ചെരിഞ്ഞു പോയി. ഞാനതിനൊരു കമ്പൊക്കെ കൊടുത്തിട്ട് ഒന്ന് താങ്ങി നിർത്തിയിട്ട് അപ്പോൾ അടുത്ത കാര്യങ്ങളിലേക്ക് പോകുവാണേ. അപ്പോൾ ചെടികൾ മാത്രമല്ല, കുറച്ച് ഉള്ള സ്ഥലത്ത് കുറച്ച് പച്ചക്കറികളൊക്കെ ഞാൻ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അതോടെയൊക്കെ ഒന്ന് നനച്ച് കൊടുത്തിട്ടൊക്കെ വേണം ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. ചെടി നനയ്ക്കാനും അതൊന്ന് പരിപാലിച്ചുകൊണ്ട് പോകാനും ഒക്കെ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ നമുക്ക് വെറുതെ വീട്ടിൽ ഇരിക്കുന്നവർക്ക് അടുക്കള ജോലി മാത്രമല്ലാതെ ഇങ്ങനെയുള്ള സന്തോഷം തരുന്ന കാര്യങ്ങളിലേക്കും കൂടെ ഇറങ്ങുമ്പോഴത്തേക്കും നമുക്ക് പ്രത്യേക ഒരു സംതൃപ്തിയൊക്കെയാണ് അല്ലേ. ചെടിയൊക്കെ നനച്ച ശേഷം നമുക്ക് താഴെ ഒരു കൈത്തോടുണ്ട്. അപ്പോൾ അവിടെ ഇപ്പോൾ വെള്ളമില്ല കേട്ടോ. അവിടെ ഞാൻ കുറച്ച് പച്ചക്കറിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. ചാക്കിലും കുറച്ച് ബക്കറ്റിലും ഒക്കെ ആയിട്ട് നട്ടുപിടിപ്പിച്ചതാണ്. അപ്പോൾ ആ മത്തൻ മുളച്ച് വന്നിട്ട് അത് വള്ളി വീശി തുടങ്ങി. അപ്പോൾ അതിനൊരു കമ്പ് കുത്തി കൊടുത്തിട്ടുണ്ട്. ഇനി അതിന് ചെറിയൊരു പന്തലിട്ട് കൊടുക്കണം. പിന്നെ അതാ നമ്മുടെ 3-4 തക്കാളി ചെടി ഉണ്ടായിരുന്നു, അതും വളർന്നൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഇച്ചിരി മണ്ണൊക്കെ കൂട്ടി ചുവട്ടിലൊക്കെ ഇട്ട് കൊടുത്തു. അപ്പോൾ തക്കാളിയുടെ ചുവട്ടിൽ ഇങ്ങനെ വെയിലടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പെട്ടെന്ന് വാടിപ്പോകും. അപ്പോൾ അതാ കയറി വന്നു കഴിഞ്ഞപ്പോൾ ദേ ഇലിമ്പിക്ക മുഴുവനും ഇരുമ്പൻ പുളി എന്നാണ് പറയണത് അല്ലേ. ഞങ്ങൾ ഇലിമ്പിക്ക എന്നാണ് പറയുന്നത്. അപ്പോൾ അതേ അത്തപ്പൂ ഇട്ട പോലെ അതിൻ്റെ ചുറ്റിനും വീണ് കിടക്കുകയാണ്. എന്തായാലും വീട്ടില്ല. ചക്കക്കുരു ഇരിപ്പുണ്ടായിരുന്നു. എന്നാൽ ചക്കക്കുരു ഇരുമ്പൻ പുളിയും കൂടെ ചാറ് വയ്ക്കാമെന്ന് കരുതി 3-4 പറിച്ചെടുക്കണ്ടേ. അപ്പോൾ ചക്കക്കുരു നമുക്ക് നമ്മുടെ ചക്കപ്പഴം, അതായത് വിയറ്റ്നാമിയറിൽ കഴിഞ്ഞ ദിവസം നമുക്ക് പഴുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ബാക്കി ചക്കക്കുരു ഇരുന്നതാണ്. അപ്പോൾ ഞാൻ ഇരുമ്പൻ പുളിയൊക്കെ പറിച്ചുകൊണ്ട് വന്നിട്ട് പിന്നെ ചക്കക്കുരു ചിരണ്ടാനായിട്ട് പോയേക്കുവാണ്. അപ്പോൾ നമുക്ക് ചാറ് വയ്ക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ എല്ലാവർക്കും അടുപ്പിലൊക്കെ ആയിട്ടുള്ള പാചകങ്ങളല്ലേ കാണാനായിട്ട് ഇഷ്ടം. കൂട്ടാനും നല്ലത് തന്നെയാണ്. അപ്പോൾ ചില സമയത്ത് നമ്മൾ പെട്ടെന്ന് കുക്കറിലേക്കൊക്കെ എടുത്ത് വയ്ക്കും സമയമില്ലാത്തപ്പോൾ. ഇപ്പോൾ എനിക്ക് സമയമുണ്ടല്ലോ, ഞാൻ വേഗം തീ പിടിപ്പിച്ചിട്ട് ചട്ടിയിലാണ് വെച്ചത്. ചക്കക്കുരു മഞ്ഞൾപ്പൊടി ഉപ്പും കൂടെ ഇട്ടിട്ട് ചക്കക്കുരു വേകാനായിട്ട് വെച്ചു. അത്യാവശ്യം വേവുള്ള ചക്കക്കുരുവാണ് കേട്ടോ. നമ്മുടെ ഈ വിയറ്റ്നാമേറിൽ ചക്ക പുഴുക്കിനൊന്നും കൊള്ളത്തില്ല കേട്ടോ. അപ്പോൾ അതാ ചക്കക്കുരു അടുപ്പ് വെച്ചിട്ട് തേങ്ങയൊക്കെ ചിരണ്ടി ഞാൻ അരയ്ക്കാനായിട്ട് പോവുകയാണ്. ഇന്ന് കല്ലിൽ തന്നെയാണ് അരച്ചെടുക്കുന്നത്. അപ്പോൾ കല്ലിൽ അരച്ച് ചട്ടിയിലൊക്കെ കറി വെക്കുന്ന കറിക്ക് ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. നമ്മൾ ഗ്യാസ് സ്റ്റവേൽ ഈ കുക്കറിലൊന്നും വെച്ച് മിക്സിയിലൊന്നും അരച്ച് കഴിഞ്ഞാൽ ആ ടേസ്റ്റ് കിട്ടത്തില്ല. അപ്പോൾ ഇന്ന് എന്തായാലും സമയമുണ്ട്, ഇന്ന് മടിയൊന്നും തോന്നണില്ലാത്തതുകൊണ്ട് ഞാൻ കല്ലിൽ വെച്ച് അരയ്ക്കാനായിട്ട് പോയി. അരച്ചുകൊണ്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ചക്കക്കുരു വെന്തിട്ടുണ്ടെന്ന് തോന്നുന്നു. ഒന്ന് നോക്കട്ടെ കേട്ടോ. ചക്കക്കുരു വെന്തിട്ടുണ്ടോ എന്ന് നോക്കാം. ചക്കക്കുരു പകുതിയോളം വെന്തിട്ടുണ്ട്. അപ്പം നമ്മൾ ആ ഇരുമ്പൻ പുളിയും കൂടെ അതിനകത്തേക്ക് വട്ടം ഒന്ന് അരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കുവാണേ. ചേർത്ത് കൊടുത്ത് കുറച്ച് നേരം മൂടി വെച്ച് വേവിച്ചിട്ട് നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുത്തു. അപ്പം നന്നായിട്ട് വെന്ത് കലങ്ങി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും ഇതാ അരപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പാത്രം കൂടെ കഴുകി വെള്ളമൊക്കെ ഒഴിച്ച് കൊടുത്തു. പാകത്തിന് ചാറൊക്കെ ആയിട്ടുണ്ട്. ഇനി ഒന്ന് തിള വരുമ്പോഴത്തേക്കും നമുക്കത് വാങ്ങി വയ്ക്കാം കേട്ടോ. ഉപ്പും പുളിയൊക്കെ നോക്കിയിട്ടുണ്ട്, പാകത്തിനാണ് ഉപ്പും പുളിയൊക്കെ. ഒരു ഇച്ചിരി ഉപ്പിൻ്റെ കുറവുണ്ടായിരുന്നു, ഉപ്പ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ടേ. അപ്പോൾ ഇനി ഇതാ കറി നമ്മൾ വാങ്ങി വയ്ക്കുകയാണ് കേട്ടോ. ഇനി കടുക് വറുക്കണം. അപ്പോൾ അതിനായിട്ട് ചീനിച്ചട്ടി അടുപ്പത്തേക്ക് വെച്ചത്. അപ്പോൾ അടുപ്പിലായതുകൊണ്ടാണ് ഞാൻ ആ ഇരുമ്പിൻ്റെ ചീനിച്ചട്ടി വെച്ചിരിക്കുന്നത് കേട്ടോ. അല്ലെങ്കിൽ ചെറിയ പാത്രത്തിലൊക്കെ ഗ്യാസിലൊക്കെ വെച്ചാണ് കടുക് വറുത്തിടാറ്. അപ്പോൾ കടുക് വറുത്തത് കൊച്ചുള്ളിയൊക്കെ മൂപ്പിച്ച് കുറച്ചധികം കറിവേപ്പിലൊക്കെ ഇട്ട് ആർപ്പാടത്തിന് വേണ്ടിയിട്ട് ഇച്ചിരി അല്പം ഏറെ ഇട്ടു. അത് കടുകൊക്കെ വറുത്ത് കറിക്കകത്തേക്ക് ഒഴിച്ച് വെച്ചിട്ടോ. നല്ല സൂപ്പർ കറിയാണേ.